ഡൽഹിയിൽ നടക്കുന്നത് സാങ്കേതികമായി ത്രികോണ മത്സരമാണ് എന്ന് പറയാമെങ്കിലും ഏതാണ്ട് തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലെത്തുമ്പോൾ ആം ആദ്മി പാർട്ടി വേഴ്സസ് BJP, അരവിന്ദ് കെജ്രിവാൾ നയിക്കുന്ന ആം ആദ്മി പാർട്ടിയും ശക്തമായ പ്രതിപക്ഷം എന്ന നിലയിൽ ഡൽഹിയിൽ BJPയും തമ്മിലുള്ള കടുത്ത പോരാട്ടമാണ് നടക്കുന്നത്. കോൺഗ്രസ് പാർട്ടിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരം ആണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ട് ഷെയർ കേവലം 4.2%. അതിൽ നിന്നും ചെറിയ ഒരു മേൽക്കൈ, ചെറിയ ഒരു അപ്വേർഡ് റിവിഷൻ ഉണ്ടാക്കണമെന്ന മാത്രം ആഗ്രഹമാണ് കോൺഗ്രസ്. അതുകൊണ്ട് കോൺഗ്രസ് ഒരു ഗൗരവമായി ഡൽഹി തെരഞ്ഞെടുപ്പിനെ എടുക്കുന്നു എന്ന തോന്നൽ അവസാന ഘട്ടത്തിൽ ഉണ്ടായില്ല. ആദ്യം ഒരു ത്രികോണ മത്സരത്തിന്റെ പ്രതി ഇത് ജനിച്ചു എന്നത് കറക്റ്റാണ്. ശ്രീ രാഹുൽ ഗാന്ധിയും ശ്രീമതി പ്രിയങ്ക ഗാന്ധിയും എല്ലാം തന്നെ പ്രചരണത്തിന് ആദ്യ ഘട്ടത്തിൽ ചുക്കാൻ പിടിച്ചുവെങ്കിലും പിന്നീട് ഒരു 2 ഹോഴ്സ് റേസായി ഇത് മാറുകയാണ്. സാധ്യതകൾ എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ 2-3 ദിവസം മുൻപ് വരെ കേന്ദ്ര ബജറ്റ് വരുന്നത് വരെ കൃത്യമായ മേൽക്കൈ അരവിന്ദ് കെജ്രിവാൾ ഉണ്ടായിരുന്നു എന്ന രീതിയിലാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. കാരണം അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രാക്ക് റെക്കോർഡ്. അദ്ദേഹം ദീർഘകാലം ഡൽഹി മുഖ്യമന്ത്രിയായിരുന്നു. ആം ആദ്മി പാർട്ടിയുടെ 12 വർഷത്തെ ഭരണം 2013 കേവല ഭൂരിപക്ഷം ലഭിച്ചില്ല. കോൺഗ്രസ് പിന്തുണയോടെ ചെറിയൊരു കാലഘട്ടത്തിൽ ഭരിച്ചു. അന്ന് തന്നെ ക്ഷേമ പദ്ധതികളിലൂടെ ജനഹൃദയങ്ങളെ കീഴടക്കി. പിന്നീട് 2015-ലും 2020-ലും 2015-ൽ 70-ൽ 67 സീറ്റോടുകൂടിയും 2020-ൽ 70-ൽ 62 സീറ്റോടുകൂടിയും ഉജ്ജ്വലമായ വിജയം നേടിയ ആം ആദ്മി പാർട്ടി പറഞ്ഞതെല്ലാം പ്രവർത്തിച്ച ഒരു പാരമ്പര്യമാണ്. കാരണം ഫ്രീ ഇലക്ട്രിസിറ്റി, ഫ്രീ വാട്ടർ സപ്ലൈ, ഫ്രീ എഡ്യൂക്കേഷൻ, ഫ്രീ ഹെൽത്ത് കെയർ, മൊഹല്ല ക്ലിനിക്കുകൾ എന്ന് വേണ്ട യാത്രാ സൗകര്യങ്ങൾ എന്ന് വേണ്ട സാധാരണക്കാരന്റെ കീശക്കിണങ്ങുന്ന രീതിയിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോയ ആം ആദ്മി പാർട്ടി ജനഹൃദയങ്ങളിൽ വലിയ സ്ഥാനമാണ്. എന്നാൽ അതേ സ്ഥാനം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഡൽഹിയിലെ ജനങ്ങൾ ആം ആദ്മി പാർട്ടിക്ക് നൽകിയില്ല എന്നതും പ്രത്യേകമായി കാണണം. ഡൽഹിയിൽ അവർ മോദിയുടെ സർക്കാരിന് ഒരു പിന്തുണ എന്ന നിലയിൽ ഒരു സ്റ്റേബിൾ ഗവൺമെന്റ് വരാനായി വോട്ട് ചെയ്തു. ആം ആദ്മി പാർട്ടി ഒരുപക്ഷെ കേന്ദ്രത്തിലേക്ക് പോയിട്ട് കാര്യമില്ല എന്ന ഒരു ചിന്തയായിരുന്നു ഡൽഹിയിലെ ജനങ്ങൾ. എന്നാൽ ഡൽഹി സംസ്ഥാനത്ത് ക്ഷേമ പദ്ധതികൾ നടപ്പാക്കാൻ നല്ല ട്രാക്ക് റെക്കോർഡുള്ള അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കുമാണ് എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് വീണ്ടും വൻ ഭൂരിപക്ഷത്തിൽ ആ പാർട്ടി അധികാരത്തിലെത്തിച്ചത്. എന്നാൽ ആം ആദ്മി പാർട്ടി ഇന്ന് മുൻകാലങ്ങളിലെ ഒരു ഓറ അല്ലെങ്കിൽ ആ ഒരു വീരപരിവേഷം ഇന്നില്ല. കാരണം അഴിമതിയുടെ കറ ചെറിയ തോതിലെങ്കിലും ആം ആദ്മി പാർട്ടിക്ക് മേൽ ഒരു കരിനിഴലായി ഇങ്ങനെ നിൽക്കുന്നു. മദ്യനയ അഴിമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അത് മാത്രമല്ല, എപ്പോൾ വേണമെങ്കിലും മറ്റു പാർട്ടികളെ പോലെ ആയാറാം ഗായാറാം കുറച്ചുപേർ രാജിവെക്കുന്നു, പോകുന്നു, കുറച്ചുപേർ വന്നു ചേരുന്നു. സീറ്റ് കിട്ടാത്തത് കൊണ്ട് 8 MLA-മാർ രാജിവെച്ച് പോകുന്നു. തെരഞ്ഞെടുപ്പിന് തൊട്ട് 2 ദിവസം മുൻപ്. ഇതെല്ലാം തന്നെ മറ്റു പാർട്ടികളിൽ നിന്നും ആം ആദ്മി പാർട്ടി വ്യത്യസ്തമാക്കിയിരുന്ന ഘടകങ്ങൾ ഇന്ന് തുലവും പരിമിതമാണ് എന്നതിന്റെ സൂചനയാണ്. അതുകൊണ്ട് ആം ആദ്മി പാർട്ടി ഈസ് നോട്ട് എ പാർട്ടി വിത്ത് എ ഡിഫറൻസ്. ഇപ്പോൾ ജനങ്ങളുടെ മുമ്പിലുള്ള ഒരു പ്രധാന ചോദ്യം, BJP ആം ആദ്മി പാർട്ടിയുടെ ഓഫറിനെ വെല്ലുന്ന രീതിയിൽ ഓഫറുകൾ കൊടുക്കുകയാണ്. കാരണം ആം ആദ്മി പാർട്ടി അന്ന് കഴിഞ്ഞ പതിറ്റാണ്ടിൽ വലിയ ഓഫറുകൾ കൊടുക്കുമ്പോൾ, തെരഞ്ഞെടുപ്പിൽ ഓഫറുകൾ കൊടുക്കുമ്പോൾ അതിനെ നിശ്ചിതമായി വിമർശിച്ചിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJPയും ഇന്ന് ഓഫറുകളുടെ പെരുമഴക്കാലം സൃഷ്ടിക്കുകയാണ്. അതായത് 2100 രൂപ പ്രതിമാസം ദരിദ്രരായ അല്ലെങ്കിൽ അർഹിക്കുന്ന സ്ത്രീകൾക്ക് ഓരോ മാസവും അവരുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുമെന്ന് ആം ആദ്മി പാർട്ടി ഓഫർ ചെയ്യുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയും കോൺഗ്രസും ഓഫർ ചെയ്യുന്നത് 2500 രൂപയാണ്. എന്നാൽ അരവിന്ദ് കെജ്രിവാൾ പൊതുവെ പറഞ്ഞു വെക്കുന്നത്, നിങ്ങൾക്ക് കാലാകാലങ്ങളിൽ നിങ്ങളുടെ ഹൗസ് ഹോൾഡ് ബഡ്ജറ്റിൽ ഒരു ശരാശരി ഹൗസ് ഹോൾഡ് ബഡ്ജറ്റിൽ 35,000 രൂപയുടെ മാസം അത്രയും രൂപയുടെ കുറവ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. കാരണം സബ്സിഡികളും യാത്രാ സൗകര്യങ്ങളും വിദ്യാഭ്യാസ ചെലവുകളും എല്ലാം തന്നെ ലാഭകരമായി നൽകുന്നത് കൊണ്ട് നിങ്ങൾ അതൊന്ന് ഓർത്തുകൊണ്ട് അത് തുടരാനാണെങ്കിൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്യൂ, അല്ല എങ്കിൽ അത് മറന്നേക്കൂ എന്ന് പറയുമ്പോൾ അത് ജനഹൃദയങ്ങളിൽ ആഴത്തിൽ ഇറങ്ങാനാണ് സാധ്യത. കാരണം BJPക്ക് അങ്ങനെ ഒരു ട്രാക്ക് റെക്കോർഡ് ഇല്ല. ഒരുപക്ഷെ BJPയുടെ ഭരണകാലത്ത് 3 മുഖ്യമന്ത്രിമാരെ 1995 മുതൽ 98 വരെയുള്ള കാലത്തിൽ സാഹിബ് സിംഗ് വർമ്മയും മദൻലാൽ ഖുറാനയും അതുപോലെ ഷീല ദീക്ഷിത് മുമ്പുണ്ടായിരുന്ന സുഷമ സ്വരാജും എല്ലാം തന്നെ BJPയുടെ മുഖ്യമന്ത്രിമാരായി. അപ്പൊ 27 വർഷത്തെ വനവാസത്തിന് ശേഷം പെട്ടെന്ന് BJP രംഗപ്രവേശം ചെയ്യുകയാണ്. ഞങ്ങൾ ഭരിച്ചുകൊള്ളാം, ക്ഷേമ പദ്ധതികൾ നടപ്പാക്കിക്കൊള്ളാം എന്ന് പറയുമ്പോൾ ആം ആദ്മി പാർട്ടിയുടെ ട്രാക്ക് റെക്കോർഡിനെ വെല്ലുന്ന ഒന്നും തന്നെ BJPക്ക് ഒരു ട്രാക്ക് റെക്കോർഡായി കാണിക്കാനില്ലാത്തത് കൊണ്ട് ആം ആദ്മിക്ക് നല്ല രീതിയിലുള്ള വോട്ട് ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. പക്ഷേ മധ്യവർഗത്തെ കയ്യിലെടുക്കുന്ന കേന്ദ്ര ബജറ്റ്
12 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ള, അതായത് 1 ലക്ഷം രൂപ വരെ ഒരു പ്രതിമാസ വരുമാനമുള്ള ആളുകൾക്ക്, ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്കും മറ്റും പൂർണ്ണമായി നികുതി ഇളവ് കൊടുത്തിരിക്കുകയാണ്. അവരുടെ വ്യക്തിഗത ഇൻകം ടാക്സ് 0. അങ്ങനെ വരുമ്പോൾ വലിയ തോതിലാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, ഡൽഹി ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ, കേന്ദ്ര സർക്കാർ ജീവനക്കാർ എന്ന് വേണ്ട മാസ വരുമാനക്കാരായ വലിയൊരു ഭാഗമുണ്ട് ഡൽഹിയിൽ. അവര് പൊതുവെ ആം ആദ്മി പാർട്ടി, മധ്യവർഗത്തിൽപ്പെടുന്ന ഇക്കൂട്ടർ പൊതുവെ ആം ആദ്മി പാർട്ടിക്ക് പിന്തുണ കൊടുക്കുന്നവരായിരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ BJPയോട് ഒരു ചായ്വ് കാണിച്ചാൽ, നല്ലൊരു കാര്യം ചെയ്തപ്പോൾ അതിനൊരു പ്രതിഫലമായി ചൂടാറുന്നതിന് മുൻപേ ഒരു പ്രതിഫലം എന്ന നിലയിൽ താമര ചിഹ്നത്തിനൊരു വോട്ട് എന്ന നിലയിൽ കുറെ പേരെങ്കിലും ചിന്തിച്ചാൽ അവിടെ ആം ആദ്മി പാർട്ടിയുടെ നില ചെറിയ തോതിൽ പരിഗണിലാകും. പക്ഷേ ഒരു കോമ്പൻസേഷൻ ഉണ്ട്. അടിസ്ഥാന വർഗത്തെ സംബന്ധിച്ചിടത്തോളം അവർ കട്ട കെജ്രിവാൾ ഫാൻസാണ്. കേന്ദ്രത്തിലേക്ക് അവർ BJPക്ക് വോട്ട് ചെയ്തേക്കാം, പക്ഷെ സംസ്ഥാനത്തെ കൃത്യമായി കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലും ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്ത ചേരി നിവാസികൾ, അടിസ്ഥാന വർഗം, തൊഴിലാളികൾ, അവർക്കൊന്നും ബാധകമല്ല. ഇൻകം ടാക്സ് റിഡക്ഷൻ ഒന്നും ഇവർക്കൊന്നും ബാധകമല്ല. അവരല്ലെങ്കിൽ തന്നെ ഇൻകം ടാക്സ് കൊടുക്കുന്നവരല്ല. അവരുടെ വോട്ട് ഉൾപ്പെടെ കേജ്രിവാളിന് ഉറപ്പായി കിട്ടും. അതുകൊണ്ട് ഈ മധ്യവർഗത്തിന് വലിയ ഇളവ് കൊടുക്കുന്നത് ഒരുപക്ഷെ അടിസ്ഥാന വർഗത്തിന് അത്ര സുഖകരമായ ഒരു കാര്യമാവില്ല. അതുകൊണ്ട് മധ്യവർഗ വോട്ടുകൾ കുറെ ചിതറിപ്പോകാമെങ്കിലും അടിസ്ഥാന വർഗ വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്യാൻ കഴിയും. അതിനോടൊപ്പം തന്നെയാണ് BJPയുടെ B ടീം എന്ന് കോൺഗ്രസ് ഒക്കെ പരിഹസിക്കുന്ന ഒരു പാർട്ടി കൂടിയാണ് ആം ആദ്മി പാർട്ടി. കാരണം ഒരു മൃദു ഹിന്ദുത്വ നയം ആം ആദ്മി പാർട്ടി പുലർത്തുന്നു, അല്ലെങ്കിൽ കൃത്യമായ ഒരു സെക്യുലർ ക്രെഡൻഷ്യൽസ് മുന്നോട്ട് വയ്ക്കാൻ ആം ആദ്മി പാർട്ടിക്കോ നേതാവ് കേജ്രിവാളിനോ കഴിയുന്നില്ല. അങ്ങനെ വരുമ്പോൾ BJPയുടെ ഹിന്ദുത്വ അജണ്ട അവിടെ കാര്യമായി മുന്നോട്ട് പോവില്ല. അതുകൊണ്ട് അത് കേജ്രിവാളും ഹൈന്ദവ സമൂഹത്തിന് സ്വീകാര്യം തന്നെയാണ്. അദ്ദേഹം ഈ മുസ്ലിം പണ്ഡിതന്മാർക്ക് അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിലെ ഇമാമമാർക്കെല്ലാം ശമ്പളം കൊടുക്കുന്നു, അതുപോലെ ഹിന്ദു സന്യാസിമാർക്ക് ശമ്പളം കൊടുക്കുന്നു. ഇതെല്ലാം വരുമ്പോൾ തീർച്ചയായും എല്ലാ മതത്തിൽപ്പെട്ടവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു വിശാല സമീപനം കൂടി കേജ്രിവാൾ കാട്ടുമ്പോൾ എല്ലാ സമുദായത്തെയും ചേർത്ത് പിടിക്കുന്നു. പിന്നെ ഇതൊരു ഡു ഓർ ഡൈ ബാറ്റിലാണ് അരവിന്ദ് കെജ്രിവാളിന്റെ. ഇവിടെയെങ്കിലും വിജയിച്ചു വരാൻ കഴിഞ്ഞില്ല എങ്കിൽ കേജ്രിവാളിന്റെ രാഷ്ട്രീയ പ്രസക്തി അസ്തമിക്കും. പഞ്ചാബിലെ ഭരണവും ആത്യന്തികമായി നഷ്ടപ്പെടും. കോൺഗ്രസ് ഒരുപക്ഷെ ആഗ്രഹിക്കുന്നത് BJP ജയിച്ചാലും ആം ആദ്മി പാർട്ടി ജയിച്ചു വരരുതേ എന്ന് രഹസ്യമായി, പരസ്യമായി അവർക്ക് ആഗ്രഹിക്കാനാവില്ല, രഹസ്യമായി ആഗ്രഹിക്കുന്നുണ്ടാവാം. കാരണം കോൺഗ്രസിന്റെ ദേശീയ തലത്തിലെ പ്രസക്തി വീണ്ടും ചോദ്യം ചെയ്യപ്പെടും. BJPയുടെ തട്ടകങ്ങളിൽ BJPയെ കടന്നാക്രമിച്ച് വിജയം കൊയ്യാൻ ഒരു മമതാ ബാനർജി വേണ്ടി വരുന്നു, അഖിലേഷ് യാദവ് വേണ്ടി വരുന്നു, അല്ലെങ്കിൽ കേജ്രിവാൾ വേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ പൊളിറ്റിക്കൽ ഗ്രാഫാകും അഫക്റ്റഡ് ആവുക. അതുകൊണ്ട് കേജ്രിവാൾ ജയിക്കുന്ന ഒരു അന്തരീക്ഷം കോൺഗ്രസ് പൂർണ്ണമായി അംഗീകരിക്കുന്നില്ല. എന്നാൽ ഇന്ത്യ മുന്നണിയിൽ സാങ്കേതികമായി ഘടകകക്ഷികളാണ് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും. അങ്ങനെ നോക്കുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ ഉൾപ്പെടെ സമ്മിശ്രമായ വികാരങ്ങൾ ഉണർത്തുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് രാജ്യമെമ്പാടും ഉറ്റുനോക്കുന്ന ഡൽഹി തെരഞ്ഞെടുപ്പ് എന്നാണ് എന്റെ അഭിപ്രായം. തീർച്ചയായും സാർ, അതുപോലെ തന്നെ ഡൽഹിയിലേക്ക് നോക്കുകയാണെങ്കിൽ സ്ത്രീകളുടെ വോട്ട് നിർണായകമായ പങ്ക് വഹിക്കുന്ന ഒന്നല്ലേ? കാരണം സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരുപാട് കാര്യങ്ങൾ BJPയും അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ സ്ത്രീകളുടെ വോട്ട് നിർണായകമായി വരുമോ ഈ തെരഞ്ഞെടുപ്പിൽ? 47% ഡൽഹിയിൽ പുരുഷ സ്ത്രീ അനുപാതം എന്ന് പറയുന്നത് 47-53 47 സ്ത്രീകൾക്ക് 53 പുരുഷന്മാർ. ഇതാണ് അവിടുത്തെ സ്ത്രീ പുരുഷ അനുപാതം. ഈ 47% വരുന്ന സ്ത്രീകൾക്ക് വേണ്ടി ഒരുപാട് ക്ഷേമ പദ്ധതികളും അതോടൊപ്പം തന്നെയാണ് സ്ത്രീകൾക്കാണ് മറ്റെല്ലാ മഹാരാഷ്ട്രയിൽ പയറ്റി തെളിഞ്ഞ വിജയഗാഥ, വിജയമന്ത്രം. അതുപോലെ മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും BJP പയറ്റി തെളിഞ്ഞ തന്ത്രമാണ് സ്ത്രീകൾക്ക് മാസാമാസം നിശ്ചിത വരുമാനത്തിൽ താഴെയുള്ള സ്ത്രീകൾക്ക് 2100 അല്ലെങ്കിൽ 2500 രൂപ അവരുടെ അക്കൗണ്ടിൽ കൊടുക്കുക എന്നത്. ഇത് എല്ലാ പാർട്ടികളും ചെയ്യുന്നു. ആം ആദ്മി പാർട്ടി 2300 പറയുമ്പോൾ BJP പറയുന്നത് 2500 രൂപയാണ്. അതൊരു കാര്യം. പിന്നെ അവിടുത്തെ ഹെൽത്ത് സെക്ടറിന്റെയും എഡ്യൂക്കേഷന്റെയും ഒക്കെ വലിയ പ്രയോജനം ലഭിക്കുന്ന സ്ത്രീകൾക്ക് കൂടിയാണ്. അപ്പം സ്ത്രീ സൗഹൃദ ഒരു നിലപാടാണ് ഡൽഹി. പക്ഷേ സ്ത്രീകൾക്കെതിരെ വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങൾ, ഒരുപക്ഷെ ഒരു സ്ത്രീ സൗഹൃദ നിലപാടാണ് അരവിന്ദ് കെജ്രിവാളിനെ 2013 ഭരണത്തിൽ എത്തിച്ചത് എന്ന് ഓർക്കണം. അന്നത്തെ നിർഭയ കേസൊക്കെ വ്യക്തമായി നമ്മൾ ഓർക്കുന്നുണ്ടാവും. ഇപ്പോഴും 15 കഴിഞ്ഞപ്പോഴും നമ്മളിപ്പോഴും ഓർക്കുന്നുണ്ടാകും. അപ്പൊ സ്ത്രീകൾക്ക് ഇടയ്ക്ക് നടക്കാൻ ഷീല ദീക്ഷിത് എന്ന വനിതാ മുഖ്യമന്ത്രി ഭരിച്ചിരുന്ന 15 വർഷം സ്ത്രീകൾക്ക് ഒരു അരക്ഷിത ബോധം ഉണ്ടായിരുന്നു എന്ന വലിയൊരു നറേറ്റീവ്. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെയും സഖ്യകക്ഷികളുടെയും അന്നത്തെ അഴിമതി, കോമൺവെൽത്ത് അഴിമതി, അതുപോലെ തന്നെ മറ്റ് അഴിമതികൾ, ഇതെല്ലാം തന്നെ കോൺഗ്രസിന്റെ ഡൗൺഫോളിൽ കലാശിച്ചു. കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിന്റെ ഒരു നല്ല ശതമാനം ആം ആദ്മി പാർട്ടിയിലേക്ക് മാറി. മാത്രമല്ല കോൺഗ്രസിന്റെ
കട്ട സപ്പോർട്ടായിരുന്നു ദളിത്, ആദിവാസി ആൻഡ് ഓൾസോ ദി മൈനോറിറ്റി, മുസ്ലിം മൈനോറിറ്റി. മുസ്ലിങ്ങളുടെ വോട്ട് വളരെ നിർണായകമാണ് ഇപ്രാവശ്യം. കാരണം മുസ്ലിം കേന്ദ്രങ്ങളിൽ ഇപ്പോൾ അസദുദ്ദീൻ ഒവൈസിയുടെ MIM മുസ്ലിം മജ്ലിസ് പാർട്ടി മത്സരിക്കുന്നു. അതുപോലെ തന്നെ കോൺഗ്രസും മുസ്ലിം മേഖലയിൽ ഇൻറോഡ്സ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. മുസ്ലിം കമ്മ്യൂണിറ്റി ഒരു ടാക്ടിക്കൽ വോട്ടിംഗിലേക്ക് നീങ്ങുകയാണെങ്കിൽ BJP പരാജയപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടു കൂടി ടാക്ടിക്കൽ വോട്ടിംഗിലേക്ക് നീങ്ങുകയാണെങ്കിൽ ആം ആദ്മി പാർട്ടിക്ക് അത് പ്രയോജനമാണ്. ആ വോട്ടുകൾ ആം ആദ്മി പാർട്ടിക്ക് പോൾ ചെയ്യപ്പെടും. എന്നാൽ മുസ്ലിം വോട്ടുകൾ കോൺഗ്രസിലേക്ക് സ്വാംശീകരിക്കുകയാണെങ്കിൽ ഒരു ത്രികോണ മത്സരത്തിന്റെ, മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ ത്രികോണ മത്സരത്തിന്റെ ഫീല് വരികയും അവിടെ BJPക്ക് നേട്ടമുണ്ടാവുകയും ചെയ്യുന്ന അന്തരീക്ഷവും സംജാതമാണ്. എങ്ങനെയാണ് മുസ്ലിം കമ്മ്യൂണിറ്റി പ്രതികരിക്കുക, എങ്ങനെയാണ് വനിതകൾ എൻ ബ്ലോക്കായി പ്രതികരിക്കാൻ സാധ്യതയില്ല. അത് BJP തീർച്ചയായും വനിതകളുടെ ഒരു വിഭാഗത്തിന്റെ വോട്ട് BJPക്ക് ലഭിക്കും. അതുകൊണ്ട് വനിതാ വോട്ട് സ്പ്ലിറ്റായി പോകാനാണ് സാധ്യത. പക്ഷെ മറ്റ് വോട്ടുകളുടെ കൺസോളിഡേഷൻ അവിടെ ഒരിക്കലും ഒരു ജാതി ഒരു വലിയ വിഷയമല്ല. ഡൽഹിയിലെ ജാതി രാഷ്ട്രീയം വലിയ വിഷയമല്ല. ജാട്ട് വേഴ്സസ് നോൺ ജാട്ട് അല്ലെങ്കിൽ ഫോർവേഡ് ബാക്ക്വേർഡ് റിസർവേഷൻ കാറ്റഗറി, ഇതൊന്നും വലിയ വിഷയമല്ല. ഇതൊരു കോസ്മോപൊളിറ്റൻ കൾച്ചറുള്ള ഒരു പ്രദേശമാണ് ഡൽഹി. കാരണം ഇന്ത്യയിലെ നാനാഭാഗങ്ങളിൽ നിന്നും ഡൽഹിയിലേക്ക് കടന്നു വരുന്ന ആളുകൾ അവിടെ സൃഷ്ടിക്കുന്ന ഒരു വൈവിധ്യമാർന്ന ലോകം. അവിടെ പരോക്കിയൽ കൺസിഡറേഷൻസിനല്ല, പക്ഷെ ഒരു ക്ലാസ് ബേസ്ഡ് എഞ്ചിനീയറിംഗിന് സ്ഥാനമുണ്ട്. സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന കാസ്റ്റ് ബേസ്ഡ് എഞ്ചിനീയറിംഗിനല്ല, മറിച്ച് ഒരു ക്ലാസ് ബേസ്ഡ് എഞ്ചിനീയറിംഗിന് സ്ഥാനമുണ്ട്. അതിനുപരിയായിട്ടാണ് കേജ്രിവാൾ ഇപ്പോൾ ഉയർത്തുന്ന ഒരു ആരോപണം, ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് നടത്തുന്ന BJP. അതായത് ഘടനകളെ ഉപയോഗിച്ചുകൊണ്ട്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, അതുപോലെ CBI, മറ്റ് ഘടനകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികളെ ഞെരുക്കുന്നു ഒരു വശം. മറുവശത്തെ ഇലക്ഷൻ കമ്മീഷനെ ഉപയോഗിച്ചുകൊണ്ട് വോട്ടുകളിൽ കൃത്രിമം കാട്ടുന്നു. പോളിംഗ് ദിനത്തിലല്ല, മറിച്ച് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന സമയത്ത് വലിയ തോതിലാണ് പേരുകൾ, BJP എന്ന പേരുകൾ ചേർക്കുന്നത്. ഒരു 10% വോട്ടുകൾ വരെ അങ്ങനെ അട്ടിമറിക്കപ്പെടാം എന്ന ഒരു ആരോപണം കേജ്രിവാൾ മുൻകൂട്ടി ഉന്നയിച്ചു വെച്ചു. രാഹുൽ ഗാന്ധി ആരോപണം ഏറ്റുപിടിച്ചുകൊണ്ട് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ ഏതാണ്ട് വലിയൊരു സംഭവം, 70 ലക്ഷം വോട്ടുകളാണ് 5 മാസം കൊണ്ട്, തെരഞ്ഞെടുപ്പിനും ലോക്സഭാ തെരഞ്ഞെടുപ്പിനും മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിനും ഇടയ്ക്കുള്ള കാലത്ത് മഹാരാഷ്ട്രയിലെ വോട്ടർ പട്ടികയിൽ ആഡ് ചെയ്തത്, ഒരു 5 വർഷം കൊണ്ട് ആഡ് ചെയ്തത് കേവലം 70 ലക്ഷമാണ്. അതുകൊണ്ട് ഹിമാചൽ പ്രദേശിന്റെ ജനസംഖ്യയുടെ അത്രയും വോട്ടുകൾ മഹാരാഷ്ട്രയിൽ പുതിയതായി 5 മാസം കൊണ്ട് ആഡ് ചെയ്തു എന്ന് പറയുമ്പോൾ അതിന് പിന്നിൽ ഔദ്യോഗിക മെഷീനറിയുടെ ദുരുപയോഗം ഇലക്ഷൻ കമ്മീഷന്റെ മൗനമായ അനുഗ്രഹാശിസുകളുടെ നടന്നു എന്ന ആരോപണം രാഹുൽ ഗാന്ധി പറഞ്ഞു വെക്കുന്നു. അത് അദ്ദേഹം പാർലമെന്റിൽ ഉഗ്രമായ സംഭാഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പാർലമെന്റിൽ മോദി വേഴ്സസ് രാഹുൽ എന്ന പോരാട്ടം ഇന്നലെയും ഇന്നുമായി നടക്കുകയാണ്. നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ മറുപടി, പ്രസിഡന്റിന്റെ നയപ്രഖ്യാപനത്തിന്റെ മറുപടി എന്ന നിലയിൽ അവിടൊക്കെ മുഴുകി കേൾക്കുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ നിഷ്പക്ഷത എന്ന വിഷയമാണ്. അതേ വിഷയം തന്നെ കേജ്രിവാളും ഉന്നയിച്ചു വെച്ചു. അതുകൊണ്ട് വോട്ടെണ്ണൽ നടക്കുമ്പോൾ കൂടുതൽ ആരോപണങ്ങളുമായി ഒരുപക്ഷെ കേജ്രിവാൾ പരാജയപ്പെട്ടാൽ വീണ്ടും ഒരിക്കൽ കൂടി EVM ശ്രദ്ധാകേന്ദ്രമായേക്കാം. ഒരിക്കൽ കൂടി ഇലക്ഷൻ കമ്മീഷന് നേരെ കുന്തമോന പാഞ്ഞേക്കാം. അതുമല്ല, ഇലക്ഷൻ കമ്മീഷണർക്ക് കേജ്രിവാൾ പച്ചക്ക് പറഞ്ഞു വെച്ചു, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാറിന് മറ്റ് മോഹങ്ങളുണ്ട്, ആൾട്ടീരിയർ മോട്ടീവ്സ് ഉണ്ട്, താൻ റിട്ടയർ ചെയ്യാൻ പോവുകയാണ്. റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ BJP നൽകുന്ന എന്തെങ്കിലും പ്രധാന ഗവർണർ പദവിയോ മറ്റോ സ്വീകരിച്ചുകൊണ്ട് മപ്പസാക്ഷിയാകാൻ റെഡിയായി നിൽക്കുന്ന രാജീവ് കുമാർ എന്ന വിമർശനവും ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തു നിന്ന് വന്നു. അതുകൊണ്ട് നമ്മുടെ എല്ലാം ആവശ്യം സ്വതന്ത്രവും നീതിപൂർവവും സുതാര്യവുമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയ കാര്യമായ ആക്ഷേപങ്ങൾ ഇല്ലാതെ തന്നെ പൂർത്തിയാക്കാൻ കഴിയട്ടെ എന്ന് മാത്രമാണ് ആശിക്കാനാവുന്നത്.